കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കുമാറാകട്ടെ. 2 വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. 2 വചനങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങളാണ്. ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം നമ്മൾക്കറിയാം. ഈശോ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ പ്രസംഗത്തെ കേട്ടിട്ട് അവൻ്റെ അമ്മയെ പ്രകീർത്തിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ, പ്രത്യേകിച്ച് നമ്മളുടെ അമ്മയ്ക്കും അപ്പനും അഭിമാനം കൊള്ളത്തക്ക രീതിയിൽ നമ്മൾ മാറുമ്പോഴാണ് അവർക്ക് നമ്മൾ നന്മയായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വരുന്നത്. ഇവിടെ ഈശോ തൻ്റെ അമ്മയെക്കുറിച്ചല്ല പറഞ്ഞ്, ഈശോ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ദൈവഹിതത്തെ മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുന്ന വേളയിൽ അവൻ്റെ ജ്ഞാനം ഗ്രഹിച്ചപ്പോൾ കൂട്ടത്തിൽ നിന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നു പറഞ്ഞതാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും എത്ര ധന്യമെന്ന്. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തെ മറ്റുള്ളവർ കണ്ടു കഴിയുമ്പോൾ ഇതുപോലെ അപ്പനെയും അമ്മയെയും പ്രകീർത്തിക്കാൻ തക്ക വിധം എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഈശോ പറഞ്ഞു, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുവാൻ കഴിയുക. ഇപ്പൊ വൃക്ഷമായ പരിശുദ്ധ കന്യകാമറിയവും ഫലമായ ഈശോയുമാണ് ഇവിടെ നമ്മൾ കാണുക. ഈശോയുടെ പ്രവൃത്തിയിൽ നിന്ന് ഈശോയുടെ അമ്മയെ കണ്ടുവെങ്കിൽ, അല്ലെങ്കിൽ തായ്തണ്ടായിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടുവെങ്കിൽ, നമ്മളേക്ക് പ്രവൃത്തിയിൽ നിന്ന് നമ്മളെ അപ്പനെയും അമ്മയെയും മറ്റുള്ളവർ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ പറയുന്ന, നമ്മളായിരിക്കുന്ന ഇടങ്ങളൊക്കെ നമ്മളുടെ കുടുംബവും കുടുംബ പാരമ്പര്യവും ഒക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞുമക്കള്, കൊച്ചുകൂട്ടാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ആർക്കും അപ്പനെയും അമ്മയെയും ചീത്ത പറയിപ്പിക്കാൻ ഇഷ്ടമില്ല. അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊക്കെ നമ്മൾ സ്കൂളുകളിലായിരിക്കുമ്പോൾ വഴക്കിട്ടിട്ടുള്ളവരാണ്. എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ വിശ്വാസത്തെയും നമ്മളുടെ വീടിൻ്റെ മഹത്വത്തെയും അപ്പനെയും അമ്മയും ഒക്കെ ഇങ്ങനെ ചീത്ത പറയിപ്പിക്കുന്നുണ്ട് അനുദിന ജീവിതത്തിൽ. അപ്പം ആദ്യത്തെ തീരുമാനം ഇന്ന് എന്നിലൂടെ മറ്റുള്ളവരെ പ്രകീർത്തിക്കപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയണം. ഞാൻ നിന്നിൽ അഭിമാനം കൊള്ളുന്നുവെന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയത്തക്ക രീതിയിൽ എൻ്റെ സ്വഭാവത്തെ ഞാൻ മാറ്റിയെടുക്കണം. ഈശോയെക്കുറിച്ച് 2 ഇടങ്ങളിലാണ് പിതാവായ ദൈവം ഐ ആം പ്രൗഡ് ഓഫ് യു, അല്ലെങ്കിൽ ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നത് ജ്ഞാനസ്നാന സമയത്തും രൂപാന്തരീകരണ സമയത്തും ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. ഇന്നലകളിൽ നിങ്ങൾ എന്തായിരിക്കുന്നു എന്നല്ല, ഇനി എന്തായിരിക്കണമെന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇന്നലെ വരെ ഒരുപക്ഷെ ഞാൻ അപമാനമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, എന്നെ മടയനായിട്ടും ഒന്നിനും കൊള്ളാത്തവനായിട്ടും വിവരദോഷിയുമായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിനക്ക് യൂട്ടേൺ എടുക്കാനുള്ള ഒരു അവസരം കർത്താവായ ദൈവം നൽകിയിട്ടുണ്ട്. ഇനി 2ാമത്തെ ചിന്ത ഈശോ ആ സ്ത്രീയോട് പറയുന്ന മറുപടിയാണ്. ആദ്യത്തേത് സ്ത്രീ പറഞ്ഞപ്പോൾ ഈശോ അതിനെക്കുറിച്ചല്ല പറഞ്ഞ്, ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞു. ഈ ഭാഗ്യത്തെക്കുറിച്ച് ആ സ്ത്രീ പറഞ്ഞപ്പോൾ ഈശോ ആ
അമ്മയുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്. ദൈവവചനം കേട്ട് അതനുസരിച്ച് പാലിക്കുന്നവരൊക്കെ ഇതുപോലെ പ്രകീർത്തിക്കപ്പെടുന്നവരായിട്ട് മാറുമെന്നൊരു ഗ്യാരണ്ടി നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുൻപിൽ വന്നിട്ട്, നീ ദൈവത്തിൻ്റെ അമ്മയായിട്ട് മാറണം, ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കണം, ഞങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടി നീ അവസരം നൽകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ, അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് മാത്രമാ പറഞ്ഞ്. പിന്നീട് ഒരിക്കൽ പോലും ഗബ്രിയേൽ ദൂതൻ ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കൂടെ വന്നിട്ട്, അമ്മ അന്ന് വാക്ക് കൊടുത്തതല്ലേ, ഇന്നെന്താ തെറ്റിച്ച്, അല്ലെങ്കിൽ വാക്ക് പാലിക്കണമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞതിന് നമ്മൾ കാണുന്നില്ല. ഇപ്പോഴെപ്പോഴും ഓർക്കേണ്ട കാര്യം അത് തന്നെയാണ്. വാക്ക് കൊടുത്ത ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നത് കൊണ്ടാണ് ദൈവപുത്രനായ ഈശോ പറയുന്നത്, ആ വചനം കേട്ട് അത് പാലിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു അമ്മയെക്കുറിച്ച് കൂടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. സ്വന്തം പുത്രൻ വേദന സഹിച്ച് വിവസ്ത്രനായി, എന്നാൽ വിരൂപനായിട്ട് മൂന്നാണിമേൽ തൂങ്ങി സ്വർഗത്തിനും ഭൂമിക്കും മധ്യത്തിൽ കിടക്കുമ്പോൾ ഏതമ്മയ്ക്കാണ് ഇങ്ങനെ നിൽക്കുവാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല, അസാധ്യമാണ്. എന്നാൽ കർത്താവായ ദൈവം ഗബ്രിയേൽ ദൂതനിലൂടെ നൽകിയ അരുളപ്പാട് അനുസരിച്ച് ജീവിച്ച, വചനം ഹൃദയത്തിൽ ഗ്രഹിച്ച അമ്മയ്ക്കതിന് അസാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം അങ്ങനെ ഒരു നിപ്പ് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തെ അവസാനത്തെ നിമിഷം പോലും കൈവിടാതെ ഈശോ പ്രിയ സ്നേഹിതനായ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വചനം പാലിക്കുന്നവന് ശക്തി ലഭിക്കുന്നു, വചനം പാലിക്കുന്നവന് ദൈവത്തെ നോക്കി നിൽക്കുവാൻ കഴിയുന്നു. ഏത് സഹനങ്ങൾ വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നു. ഈശോ അമ്മയെ പ്രകീർത്തിക്കുന്നത് പോലെ വചനം കേട്ട് പാലിക്കുന്ന മക്കളായിട്ട് മാറുമ്പോൾ ഈ ഭൂമിയിൽ ഭാഗ്യമുള്ളവരായിട്ട് നമ്മൾ മാറും. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സ്ഥാനമുണ്ടാകും. മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ അവഹേളിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറിയാലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനവും നിനക്കൊരു ഇടവും അവിടെ നിന്ന് നൽകും എന്ന് മറന്നു പോകരുത്.